ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. അതില് അവസാനം ഞാൻ പറഞ്ഞായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്കിനെ ഡൽഹി ഭരിക്കാൻ കൊടുത്തിട്ട് മുഹമ്മദ് ഗോറി തിരിച്ചുപോയി അല്ലെ. അതിന് മുഹമ്മദ് ഗോറി മരിക്കുന്നു. മുഹമ്മദ് ഗോറി മരിക്കുന്ന വർഷമാണ് 1206 AD. മുഹമ്മദ് ഗോറി മരിക്കുന്ന വർഷമാണ് മുഹമ്മദ് ഗോറി died on 1206 AD. ഓക്കെ, 1206 AD മുഹമ്മദ് ഗോറി മരിക്കുന്നു. ഈ വർഷങ്ങളൊക്കെ പറയുന്ന ഇനി കുറച്ച് വർഷങ്ങൾ പറയാൻ പോവുകയാണ്. വർഷങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. 1206 ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ആവുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ പീരീഡ് ആരംഭിക്കുന്നത് 1206 ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം പീരീഡ് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1206 AD മുതൽ. കാരണം കുത്തുബുദ്ദീൻ ഐബക്കിനെ ഡൽഹി കിട്ടി, മുഹമ്മദ് ഗോറി മരിച്ചു. അപ്പൊ 1206 ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്നു. 1206 മുതൽ 1526 AD വരെ 1526 AD വരെ ആരാണ്? ഡൽഹി സുൽത്താനേറ്റ് ആണ്. ഓക്കെ, 1526 ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലൂടെ ഇവിടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. മുഗൾ എംപയർ ഇവിടെ സ്റ്റാർട്ട് ആവുന്നു. മുഗൾ എംപയർ പാനിപ്പറ്റ്, അത് നമുക്ക് അവിടെ പഠിക്കാം. അപ്പൊ ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1206 AD. ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്നത് 1206 AD. ഡൽഹി സുൽത്താനേറ്റില് 5 രാജവംശങ്ങളാണുള്ളത്, 5 ഡൈനാസ്റ്റീസ് ആണുള്ളത്. എത്ര ഡൈനാസ്റ്റീസ്? 5 ഡൈനാസ്റ്റീസ്, 5 ഡൈനാസ്റ്റീസ്, 5 ഡൈനാസ്റ്റീസ് ആണ് ഉള്ളത്. ആ 5 ഡൈനാസ്റ്റീസിന്റെ ഓർഡറിൽ നമ്മൾക്ക് പഠിക്കണം. ഓർഡർ ചോദിച്ചിട്ടുണ്ട്, റീസണിങ്ങിൽ ചോദിക്കും, GK ചോദിക്കും. റീസണിങ്ങിലൊക്കെ ചോദിച്ചാൽ ഒരു GK ക്വസ്റ്റ്യൻ കയറി റീസണിങ്ങിൽ ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണ് റീസണിങ്ങിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം 5 ഡൈനാസ്റ്റീസിന്റെ പേര് ആ ഓർഡറിൽ പഠിക്കണം. 1 സ്ലേവ് ഡൈനാസ്റ്റി, അടിമ വംശം, സ്ലേവ് ഡൈനാസ്റ്റി. 2 ഖിൽജി ഡൈനാസ്റ്റി. ചില ബുക്സിൽ ഖൽജി എന്ന് കാണുവേ, ഖിൽജി ഡൈനാസ്റ്റി. ചില ബുക്കിൽ ഖൽജി എന്ന് കാണും. 3 തുഗ്ലക്ക് ഡൈനാസ്റ്റി, തുഗ്ലക്ക് ഡൈനാസ്റ്റി. 4 സെയ്ദ് ഡൈനാസ്റ്റി. 5 ലോധി ഡൈനാസ്റ്റി. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിലെ വംശങ്ങൾ, ഡൈനാസ്റ്റീസിന്റെ ഓർഡർ എങ്ങനെയാണ്? സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക്ക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സെയ്ദ് വംശം, ലോധി വംശം. 5 സ്ലേവ് ഡൈനാസ്റ്റി അപ്പൊ ആരംഭിക്കുന്നത് എപ്പോഴാ? 1206 അല്ലെ. ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി, അവസാനത്തെ ഡൈനാസ്റ്റിയാണ് ലോധി ഡൈനാസ്റ്റി. സ്ലേവ് ഡൈനാസ്റ്റി ആരംഭിക്കുന്നത് 1206 സ്ലേവ് ഡൈനാസ്റ്റി ആരംഭിക്കുന്നത് 1206 1206 മുതൽ 1290 വരെയാണ് സ്ലേവ് ഡൈനാസ്റ്റി. അങ്ങനെ 1206 മുതൽ 1290 വരെയാണ് സ്ലേവ് ഡൈനാസ്റ്റി. ഈ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1290 മുതൽ 1320 വരെയാണ്. പഠിക്കാൻ വളരെ എളുപ്പമാണ്, പാടല്ല, എളുപ്പമാണ്. 1320 വരെയാണ് ഖിൽജി ഡൈനാസ്റ്റി. അതായത് വേറെ ഒന്നുമില്ല, 1206 1290. 1206 നമ്മൾ ഹിസ്റ്റോറിക്കലി പഠിച്ചു. ആര്? മുഹമ്മദ് ഗോറി മരിച്ചു. അപ്പൊ ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിച്ചേ മതിയാവുള്ളൂ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഈ നടുക്കുള്ള 1290 പഠിക്കണം. എന്നിട്ട് 30 വർഷം, 30 വർഷം കൂടെ കഴിഞ്ഞ് ഖിൽജി ഡൈനാസ്റ്റിയാണ് ഏറ്റവും കുറവ് കാലം ഇവിടെ ഭരിക്കുന്ന. ഖിൽജിയാണ് ഏറ്റവും കുറവ് കാലം.
ഇവിടെ 1320 അല്ലെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്താൽ മതി. വീണ്ടും 1320 മുതൽ പഠിക്കാൻ എളുപ്പമുള്ള ഒരു നമ്പറാണ്. 14 വരെ, 1414 വരെ അങ്ങനെ 1320 മുതൽ 14 വരെ. 14 വരെ ഇവിടെ ഭരിച്ച രാജവംശമാണ് ഏത്? തുഗ്ലക്ക് വംശം, തുഗ്ലക്ക് ഡൈനാസ്റ്റി. 14 മുതൽ അതും പഠിക്കാൻ എളുപ്പമാണ്. 451 ആണ് ഏത്? സെയ്ദ് ഡൈനാസ്റ്റി. അടുത്തത് ഞാൻ ആദ്യമേ പറഞ്ഞു, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നിങ്ങൾ പഠിക്കും. 1451 മുതൽ 1526 ബാബർ വന്ന് പാനിപ്പത്ത് യുദ്ധത്തിലൂടെ ഇവിടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കും. ഇതാണ് വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാൻ എളുപ്പമാണ്. ഇടയ്ക്കുള്ളത് ചോദിക്കും. തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം എത്ര? ഓപ്ഷൻസ് നല്ല വേരിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കൊള്ളാം. 1206 മുതൽ 90 വരെ, 320 മുതൽ 320 വരെ, 290 മുതൽ 320 വരെ, 320 മുതൽ 14 വരെ, 14 പിന്നെ എത്ര വരും? 1451, 1451 ടു 1526. ഇതാണ് ആ കാലഘട്ടം വരുന്നത്. നോക്കിക്കോളെ, സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ്, സ്ഥാപകനാണ് കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. ഖിൽജി ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ്, ഫൗണ്ടറാണ് ജലാലുദ്ദീൻ ഖിൽജി. ചില ബുക്സിൽ ഖൽജി എന്ന് കാണുവേ. ജലാലുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ്, തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഓക്കെ, ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സെയ്ദ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ഖിസിർ ഖാൻ. സെയ്ദ് എന്നുണ്ട്, ഖിസിർ ഖാൻ. പക്ഷെ ഇത് ഇങ്ങനെ തരമുള്ളൂ, ഖിസിർ ഖാൻ എന്ന് തരത്തുള്ളൂ. ഖിസിർ ഖാൻ സെയ്ദ്, ഇതാണ് ഫുൾ നെയിം. ഓക്കെ, ഖിസിർ ഖാൻ. ലോധി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ബഹുലോൽ ലോധി. നിങ്ങളെയൊക്കെ മനസ്സില് പഠിച്ചിട്ടില്ലാത്തവരുടെ മനസ്സില് വേറെ പേരുകൾ വരും. ഖിൽജിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പേര് അലാവുദ്ദീൻ ഖിൽജി ആയിരിക്കും. തുഗ്ലക്കിൽ അറിയാവുന്ന പേര് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരിക്കും. ഫിറോസ് ഷാ കോട്ടിലേക്ക് അറിയാവുന്നവർക്ക് ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് വരും. സെയ്ദിലൊന്നും വരില്ല. ലോധിയിലാണ് ഈ ഇബ്രാഹിം ലോധി, ആ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേരുകളാണ്. പക്ഷെ അതൊന്നും അല്ല ഫൗണ്ടേഴ്സ്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. കുത്തുബുദ്ദീൻ ഐബക്ക്, ജലാലുദ്ദീൻ ഖിൽജി, ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, ഖിസിർ ഖാൻ സയ്യിദ്, ബഹുലോൽ ലോധി. ഓക്കെ, നോക്കിക്കോളെ. ആദ്യത്തെ ആളെ പഠിച്ചാൽ അവസാനത്തെ ആളെയും കൂടെ ഇവിടെ പഠിച്ചിട്ട് പോയാല് എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് അവസാനത്തെ ആളുടെ പേര് കൂടി പറയാം. സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ലാസ്റ്റ് റൂളറാണ് കൈക്കൂബാദ്. ഖിൽജി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറാണ് മുബാറക് ഷാഹി എന്നൊക്കെ പറയും. മുബാറക് ഷാ. തുഗ്ലക്ക് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക്. സെയ്ദ് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറാണ് അലാവുദ്ദീൻ ആലം ഷാ. അത് മതി, ആലം ഷാ. ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറാണ് ഇബ്രാഹിം ലോധിയും നമ്മുടെ ഇദ്ദേഹമാണ് അവസാനത്തെ റൂളർ. ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറാണ് ആര്? ഇബ്രാഹിം ലോധി. അപ്പൊ അവസാനത്തെ റൂളേഴ്സിന്റെ പേരും കൂടെ അവിടെ പഠിച്ചാല് അത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ടാണ്
അതുകൂടെ പറഞ്ഞത്. ഇതൊരു ടേബിൾ പോലെ പഠിച്ചാൽ മതി. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജ് ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി ഓർഡർ പഠിച്ചിരിക്കണം. കൈക്കോബാദ്, മുബാറക് ഷാ, ഫിറോസ് ഷാ തുഗ്ലക്, ആലം ഷാ, ഇബ്രാഹിം ലോധി. അതാണ് അവസാനത്തെ റൂളേഴ്സ്, അവരുടെ ഓർഡർ. കുത്തുബുദ്ദീൻ ഐബക്ക് മുതൽ കൈക്കോബാദ് വരെ, ജലാലുദ്ദീൻ ഖിൽജി മുതൽ മുബാറക് ഷാ വരെ, ഗിയാസുദ്ദീൻ തുഗ്ലക് മുതൽ ഫിറോസ് ഷാ തുഗ്ലക് വരെ, ഖിസർ ഖാൻ സയ്യിദ് മുതൽ ആലം ഷാ വരെ, ബഹുലോ ലോധി തൊട്ട് ഇബ്രാഹിം ലോധി വരെ. ഇതാണ് ആ ഡൈനാസ്റ്റീസ് വരുന്നത്. നമുക്ക് ഇനി ഓരോ ഡൈനാസ്റ്റി ആയിട്ട് തുടങ്ങാം. ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. അടിമ വംശം. ഓക്കെ, ആദ്യത്തെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 1206 മുതൽ 1290 വരെയാണ് ഇതിന്റെ കാലഘട്ടം. ഇതിന്റെ ഫൗണ്ടറും ഫസ്റ്റ് റൂളറും കുത്തുബുദ്ദീൻ ഐബക്കാണ്. നോക്കിക്കൊള്ളേ, ഈ ഡൈനാസ്റ്റിയുടെ പേര് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് വരാൻ കാരണം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്നുമല്ല, ഇതിന്റെ കാലഘട്ടത്തില്, ഈ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള രാജാക്കന്മാരിൽ, അതായത് ഈ ഡൈനാസ്റ്റിയുടെ പീരീഡിൽ, അല്ലെങ്കിൽ ഈ ഡൈനാസ്റ്റിയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് റൂളേഴ്സ് എല്ലാം അവരുടെ ലൈഫിന്റെ ഏതോ ഒരു പാർട്ടില് സ്ലേവ് ആയിരുന്നിട്ടുണ്ടാവും. കുത്തുബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും ഇൽത്തുമിഷ് ആണെങ്കിലും അങ്ങോട്ട് വരുന്നവരാണെങ്കിലും ഇമ്പോർട്ടന്റ് റൂളേഴ്സ് അവരുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജിനെ സ്ലേവ് ആയിരുന്നായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പേര് വന്നത്. ഇതിന് വേറെ പേരുണ്ട്. ഇതിന്റെ വേറെ പേരാണ് ഇൽബാരി ഡൈനാസ്റ്റി. മാംലൂക്ക് ഡൈനാസ്റ്റി, ഇൽബാരി ഡൈനാസ്റ്റി, യാമിനി ഡൈനാസ്റ്റി. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏത് ഡൈനാസ്റ്റിയാണ്? സ്ലേവ് ഡൈനാസ്റ്റിയാണ്. ഇൽബാരി ഡൈനാസ്റ്റി, മാംലൂക്ക് ഡൈനാസ്റ്റി, യാമിനി ഡൈനാസ്റ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റിയാണ്. സ്ലേവ് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളറും ഫൗണ്ടറുമായ കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. കുത്തുബുദ്ദീൻ ഐബക്കാണ് ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് കിങ്. അത് ഞാൻ സ്പീഡിൽ പറഞ്ഞത്, അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. നോക്കിക്കോളെ, ഫസ്റ്റ് മുസ്ലിം റൂളർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജാവാണ് ആര്? മുസ്ലിം റൂളറാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1200, അദ്ദേഹം ഇവിടെ നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. 1206 മുതൽ 1210 വരെയാണ്. ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോക്കണേ. ഓക്കെ, ഐബക്ക് ഇതാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ആര്? ഗോഡി വിളിച്ചിരുന്നത് ഐബക്ക് എന്നാണ്. അതൊന്നും ചോദിക്കില്ല. നോക്കിക്കൊള്ളേ, സ്ലേവ് ഡൈനാസ്റ്റിയുടെ കുത്തുബുദ്ദീൻ ഐബക്ക് സ്ലേവ് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആക്കി നിർത്തിയിരുന്ന സ്ഥലം ലാഹോർ ആണ്. ക്യാപിറ്റൽ എവിടെയാണ്? ലാഹോർ. കാരണം പിന്നീട് ഇത് മാറ്റി ഡൽഹിയിലോട്ടാവും. അതുകൊണ്ടാണ് ഇതിവിടെ എഴുതിയത് ലാഹോറാണ്. ഇദ്ദേഹം കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട് അല്ലെ? ഇദ്ദേഹത്തിന്റെ മേജർ കൺസ്ട്രക്ഷൻസ് ആണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. കൂവത്തുൽ ഇസ്ലാം മോസ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി. ആരാണ് പണി കഴിപ്പിച്ചത്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഇദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻസിൽ വരുന്നതാണ്.
ആദായ് ദിൻക ജോൺപറ. ആദായ് ദിൻക ജോൺപറ. ദിൻക ജോൺപറ. ആദായ് ദിൻക ജോൺപറ. അജ്മീറിലാണ്. അജ്മീർ രാജസ്ഥാനിലാണ്. അജ്മീറിലാണ് ആദായ് ദിൻക ജോൺപറ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇദ്ദേഹമാണ് കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത. ഹി സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാറുമായി ബന്ധപ്പെട്ട് മൂന്ന് രാജാക്കന്മാരുടെ പേര് പറയാനുണ്ട്. സ്റ്റാർട്ട് ചെയ്ത ആള്, ഇത് പണി പൂർത്തിയാക്കിയ ആള്, പുതുക്കി പണിത ആള്, മിന്നലേറ്റ് എന്തോ തകർന്നിട്ട് അത് പുതുക്കി പണിത ആള്. ഓക്കെ, 3 പേരുടെ പേര് നമുക്ക് പഠിക്കണ്ട. അപ്പൊ ആദ്യത്തെ ആള് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഹി സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ. കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കുത്തബ് മിനാർ ഡൽഹിയിലല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അത് ചെക്ക് ചെയ്തോളണേ, നോക്കിക്കോളണേ. അതെ, കുത്തബ് മിനാർ ഡൽഹിയിലാണ്. ആരുടെ ഓർമ്മയ്ക്കാണെന്ന് ചോദിച്ചാല്, കുത്തബ് മിനാർ ആരുടെ ഓർമ്മയ്ക്കാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചാല്, ഒരു സൂഫി സെയിന്റിന്റെ, അതിന്റെ ഓപ്ഷനിൽ കുത്തബ് ആയതുകൊണ്ട് കുത്തബുദ്ദീൻ ഐബക്ക് ഓപ്ഷനിൽ തരും. പക്ഷെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വേറൊരാളാണ്. ഒരു സൂഫി സെയിന്റ് ആണ്. ഒരു സൂഫി സെയിന്റ് ആയിട്ടുള്ള ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി. കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി. അപ്പോ കുത്തബുദ്ദീൻ ആരുടെ സ്മരണയ്ക്കാണ്, ആരുടെ ഓർമ്മയ്ക്കാണ്, ആരുടെ മെമ്മറിക്കാണ്? ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, ഒരു സൂഫി സെയിന്റ് ബക്തിയാർ കാക്കി. ഇതാണ് പേര്, ബക്തിയാർ കാക്കി. ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, ഒരു സൂഫി സെയിന്റ് ആയിട്ടുള്ള ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ മെമ്മറിയുടെ ബേസിലാണ് ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് ഞാൻ അവിടെ എഴുതുവാണ്. ഓക്കെ, ഈ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം അറിഞ്ഞിരുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് ലക് ബക്ഷ്. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ലക് ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ലക് ബക്ഷ് എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? എന്നറിയപ്പെട്ടിരുന്നത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, ഇദ്ദേഹം 1210 ഇദ്ദേഹം മരിച്ചുപോയി. എങ്ങനെ മരിച്ചുപോയി എന്ന് ചോദിച്ചാല്, പോളോ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, അതിന്റെ യഥാർത്ഥ പേര് നോക്കിക്കോളെ, അതിന്റെ പേരാണ് ചൗക്കാൻ. അതായത് പോളോ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹോഴ്സിൽ നിന്ന്, കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ആളാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. പോളോ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക്, അങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, പോളോ എന്ന് തന്നെ ആയിരിക്കും. കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ആളാണ് ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. ചൗകാൻ. ഓക്കെ, ഈ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോളെ. അങ്ങനെ എപ്പോഴും 1230 ഇദ്ദേഹം 1210 ഇദ്ദേഹം മരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഇത് ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന്റെ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചാൽ ലാഹോറിലാണ്. എവിടെയാണ്? ലാഹോറിലാണ്. ഓക്കെ, നോക്കിക്കോളേ, ശ്രദ്ധിച്ചോളാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. സ്ലേവ് ഡൈനാസ്റ്റിയാണ്. അതിന്റെ വേറെ പേരുകളാണ് ഇൽബാരി ഡൈനാസ്റ്റി, മാംലൂക്ക് ഡൈനാസ്റ്റി, യാമിനി ഡൈനാസ്റ്റി. ഫസ്റ്റ് റൂളറും ഫൗണ്ടറും കുത്തുബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1206 മുതൽ 1210 വരെയാണ്. ഓക്കെ, അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം റൂളർ.
ലാഹോർ ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ ആക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. ഇന്ത്യയില് ഇവരുടെ എന്താ പറയാ ഇസ്ലാമിക് സ്റ്റൈലില് കൺസ്ട്രക്ട് ചെയ്ത ആദ്യത്തെ ബിൽഡിംഗ് ആണ്, ആദ്യത്തെ കൺസ്ട്രക്ഷൻ ആണ് ഈ കൂവത്തുൽ ഇസ്ലാം മോസ്ക്. എവിടെയാണ്? ഡൽഹിയിലാണ്. അജ്മീറിലെ ആദായ് ദിൻക ജോൺപ്ര കൺസ്ട്രക്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് കുത്തബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ തന്നെ സൂഫി സെയിന്റ് ആയിട്ടുള്ള ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ട് കുത്തബ് മിനാർ ഡൽഹിയില് കൺസ്ട്രക്ഷൻ ആരംഭിച്ച രാജാവാണ്, ഭരണാധികാരിയാണ്, കിങ് ആണ് ആര്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് ലക് ബക്ഷ്, ലക്ഷങ്ങൾ ദാനം നൽകുന്ന ആൾ എന്ന് മീനിങ് വരുന്ന ലക് ബക്ഷ് എന്നുള്ള ടേമിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? കുത്തബുദ്ദീൻ ഐബക്കാണ്. 1210 AD ഇനി എല്ലാം AD ആണല്ലോ, അതുകൊണ്ട് അത് വീണ്ടും പറയണ്ട. 1210 പോളോ കളിക്കുന്നതിനിടയ്ക്ക്, ഹോഴ്സ് പോളോ ചൗഗാൻ കളിക്കുന്നതിനിടയില് കുതിരപ്പുറത്തു നിന്നും വീണു മരിച്ച ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനാണ് ആര്? രാജാവാണ് ആര്? കുത്തബുദ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിന്റെ ടോംബ് ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഈ കുത്തബുദ്ദീൻ ഐബക്കിന്റെ ഈ റൂളും ഈ ടൈം പീരീഡില്ലേ അത് മെൻഷൻ ചെയ്യുന്ന ബുക്കുണ്ട് കേട്ടോ, ഈ പറഞ്ഞ കാര്യമല്ല ചോദിക്കുക, ആ ബുക്ക് എഴുതിയത് ആരെന്നേ ചോദിക്കത്തുള്ളൂ. ആ ബുക്കാണ് താജുൽ മാസിർ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാല് ഹസൻ നിസാമിയാണ്. താജുൽ മാസിർ ആരെ എഴുതിയതാണ്? ഹസൻ നിസാമി. താജുൽ മാസിർ ഹസൻ നിസാമി. ഓക്കെ, ഈ കുത്തബ് മിനാർ ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആര്? കുത്തബുദ്ദീൻ ഐബക്ക്. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് ആണ്. ആര്? ഇൽത്തുമിഷ്. അടുത്ത് പറയുന്ന ആളാണ് ഇൽത്തുമിഷ് ആണ്. ഓക്കെ, ഇത്രയാണ് ആദ്യത്തെ ആളെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും ഓക്കെ ആണോ? ഒന്ന് പറയോ. അപ്പൊ ഞാൻ ചോദിച്ചേ, ഹസൻ നിസാമി ആരുടെ കോർട്ടിലുള്ള ആളാണെന്ന് ചോദിച്ചാൽ കുത്തബുദ്ദീൻ ഐബക്ക് നിങ്ങൾ പറയില്ലേ? അത് ഞാൻ ഇവിടെ എഴുതിയില്ല, പക്ഷെ അത് ലോജിക്കലി നിങ്ങൾ പറയണം ഇല്ലേ? ഹസൻ നിസാമി ആരുടെ കോർട്ടിലുള്ള ആളാണ്? കുത്തബുദ്ദീൻ ഐബക്കിന്റെ കോർട്ടിലുള്ളതാണ്. അതുകൊണ്ടാണല്ലോ താജുൽ മാസിർ എഴുതിയത്. ഓക്കെ ആണോ? വർക്കാണ്, അതെ ബുക്കാണ്. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്ന ആളാണ്, ഇമ്പോർട്ടന്റ് അല്ല, അധികാരത്തിൽ വന്ന ആളാണ് ആരം ഷാ. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് ആര്? ആരം ഷാ. ഈ കുത്തബുദ്ദീൻ ഐബക്കിന്റെ മകനാണ്. പക്ഷെ ഉണ്ടല്ലോ, ഇയാളെ ഓവർത്രോൺ ചെയ്തിട്ട് ആര് വരും എന്ന് ചോദിച്ചാല് ഇൽത്തുമിഷ് വരും. ഇതാണ് നമുക്ക് പഠിക്കേണ്ട ആള്. ആരം ഷായെ കുറിച്ച് ഒന്നും പഠിക്കേണ്ട. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്ന ക്രൗണിലോട്ട് വരുന്ന ആളാണ് ആര്? ആരം ഷാ. പക്ഷെ ആരം ഷാ ഒരുപാട് നാൾ നിൽക്കില്ല. ആരം ഷാ വീക്കാണ്. ആരം ഷായെ മാറ്റിക്കൊണ്ട് ആര് വരും? ഇൽത്തുമിഷ് വരും. ആര് വരും? ഇൽത്തുമിഷ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, അതാണ് ഫുൾ നെയിം. ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. രണ്ടാമത്തെ ആള് ആരം ഷാ. ഇമ്പോർട്ടന്റ് അല്ലാത്ത ആളാണേ ആരം ഷാ, പഠിക്കാനൊന്നുമില്ല. ആരം ഷായ്ക്ക് ശേഷം വരുന്ന ആളാണ് ആരം ഷാ. ആരാണ്? സൺ ഓഫ് ഐബക്ക്. ഓക്കെ, അപ്പോ ആരം ഷായെ മാറ്റിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന ആളാണ് ആര്? ഇൽത്തുമിഷ്. ഫുൾ നെയിം എഴുതാം, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. അങ്ങനെ തന്നെ പഠിക്കണേ, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷ്.
ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എങ്ങനെ വേണമെങ്കിലും എഴുതാം, പേരല്ലേ, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. കാലഘട്ടം ഇമ്പോർട്ടന്റ് അല്ല, 1210 മുതൽ 1236 വരെ. നോക്കിക്കൊള്ളേ, ഐബക്ക് ഓൾറെഡി സ്ലേവ് ആണ് അല്ലെ, സ്ലേവ് ആയിരുന്നു. ഐബക്കിന്റെ സ്ലേവ് ആണ് ഇൽത്തുമിഷ്. ഐബക്ക് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ആളാണ് ആര്, ഇൽത്തുമിഷ്. ഐബക്കെ സ്ലേവ്, ഐബക്ക് എന്നിട്ട് വാങ്ങിച്ച സ്ലേവ് ആണ് ആര്, ഇൽത്തുമിഷ്. അപ്പൊ ഇയാൾ അറിയപ്പെടുന്ന പേരാണ് സ്ലേവ് ഓഫ് സ്ലേവ്. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് സ്ലേവ് ഓഫ് സ്ലേവ്, അടിമയുടെ അടിമ. മനസ്സിലായോ? സ്ലേവ് ഓഫ് സ്ലേവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്, ഇൽത്തുമിഷ്. 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 കാരണം എന്താ, ഇദ്ദേഹം സ്ലേവ് ആണ്, ഇദ്ദേഹത്തിനെ വാങ്ങിച്ച ആരാണ്, ഐബക്കാണ്. ഐബക്ക് ഓൾസോ എ സ്ലേവ്. ഓക്കെ, അതുകൊണ്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഹീസ് ദ റിയൽ, നമുക്ക് പറയാനാണ്, ചോദിക്കില്ലേ. ഹീസ് ഓൾസോ നോൺ ആസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഹീസ് ഓൾസോ നോൺ ആസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ബട്ട് ചോദിക്കില്ല. ഞാൻ അത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ടെസ്റ്റുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ബട്ട് ചോദിക്കില്ല. റിയൽ ഫൗണ്ടർ ഒന്നും ചോദിക്കില്ല. ഫൗണ്ടർ ആരെന്നേ ചോദിക്കുള്ളൂ. അതിന്റെ ആൻസർ ആരാണ്, കുത്തബുദ്ദീൻ ഐബക്കാണ്. എന്നാൽ ഈ ഡൽഹി സുൽത്താനേറ്റിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്ന ആളാണ് ഇൽത്തുമിഷ്. അതുകൊണ്ടാണ് റിയൽ ഫൗണ്ടർ എന്ന് ചുമ്മാ പറയുന്നത്, ചോദിക്കില്ല എന്ന് എഴുതിക്കോളെ. റിയൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആളാണ് ആര്, ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് ലാഹോറിൽ നിന്നും ക്യാപിറ്റല് ഡൽഹിയിലോട്ട് മാറ്റുന്ന ആളാണ് ആര്, ഇൽത്തുമിഷ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കിക്കൊള്ളേ, ഇദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുത്തബ് മിനാർ അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ആള്. കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത, ഹി കംപ്ലീറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ. കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ആളാണ് ആര്, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. നോക്കിക്കൊള്ളേ, ഇദ്ദേഹത്തിന്റെ സമയത്ത് ഡൽഹിയിലോട്ട് ഒരു മംഗോളിയൻ റൂളർ അറ്റാക്ക് ചെയ്തു. ഒരു മംഗോളിയൻ റൂളർ, ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് ചെങ്കിസ് ഖാൻ എന്ന് പറയും. ചെങ്കിസ് ഖാൻ ഡൽഹി അറ്റാക്ക് ചെയ്ത ടൈമിലെ റൂളറാണ് ആര്, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ചെങ്കിസ് ഖാൻ ആരാണ്, ഒരു മംഗോളിയൻ റൂളറാണ്. മംഗോളിയൻ റൂളറാണ്. അയാള് ഡൽഹി അറ്റാക്ക് ചെയ്തപ്പോ റൂളർ ആരാണ്, ഇൽത്തുമിഷ് വിജയിക്കുന്നു, തോക്കില്ല. തോറ്റിരുന്നെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് ഇല്ലല്ലോ. ഇൽത്തുമിഷിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. വർഷം ജസ്റ്റ് എഴുതിക്കോളാം, 1221. ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ചോദിക്കില്ല. ചെങ്കിസ് ഖാന്റെ അറ്റാക്ക് തടഞ്ഞ ഡൽഹി സുൽത്താനാണ് ആര്, ഇൽത്തുമിഷ്. ചെങ്കിസ് ഖാൻ ഒരു മംഗോളിയൻ റൂളറാണ്. അദ്ദേഹം ഡൽഹി അറ്റാക്ക് ചെയ്തപ്പോ ഡൽഹിയിലെ സുൽത്താനാണ് ആര്, ഡൽഹിയിലെ രാജാവാണ് ആര്, 1221 ഈ വാറില് ഇൽത്തുമിഷ് ജയിക്കുന്നു. നോക്കിക്കൊള്ളേ, ഈ ഇൽത്തുമിഷ് ഒരു കൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. ഒരു കൗൺസിൽ, 40 പേരുടെ ഒരു കൗൺസിൽ. അതായത് ഇൽത്തുമിഷിനെ സഹായിക്കാൻ, റൂൾ ചെയ്യുമ്പോൾ ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് 40 പേരടങ്ങുന്ന ഒരു ടീമിനെ ഇദ്ദേഹം നിയമിച്ചു. ഹി ഫോംഡ് എ സഭ, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഹി ഫോംഡ് എ കൗൺസിൽ ഓഫ് 40 മെമ്പേഴ്സ്. എന്തിനാ, ടു സപ്പോർട്ട് ഹിം. അത് അറിയപ്പെടുന്ന പേരാണ് ചാലിസ അല്ലെങ്കിൽ ചഹൽഗാനി or ചാലിസ. A group of 40. 40 പേരുടെ ഒരു ടീം. എന്തിനാണ്, റൂൾ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനെ
ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 40 പേരുടെ ഒരു ടീമായ ചഹൽഗാനി അല്ലെങ്കിൽ ചാലിസ ഇദ്ദേഹം കൊണ്ടുവന്നു. അപ്പോ അവിടെ ഒരു എന്ത് വന്നു എന്ന് വെച്ചാല് രാജാവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം വന്നു, അല്ലെ 40 പേര്. ഇനി 40 പേരാണ് പിന്നെ റൂൾ ചെയ്യുന്നത്. ഈ ഇൽത്തുമിഷ് മരിച്ചതിന് ശേഷം പിന്നെ അവരും കൂടി കൈയടത്താൻ തുടങ്ങും. അതൊക്കെയാണ് അത് ഇഷ്യൂസ് ഉണ്ട്. പറയാം, അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നമുക്ക് പോയിന്റ് ആയിട്ട് നോക്കിയാൽ മതി. നോക്കിക്കൊള്ളെ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ഈ ഇദ്ദേഹത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹമാണ് റിയൽ ഫൗണ്ടർ എന്ന്. ഈ ഡൽഹി സുൽത്താനേറ്റ് അവർക്കുണ്ടായിരുന്ന ആ ഒരു വലിയൊരു ഏരിയ ഉണ്ടല്ലോ, ഇതിനെ ചെറിയ ചെറിയ പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹി ഡിവൈഡഡ് ദ ലാൻഡ് ഇൻ ടു പ്രൊവിൻസസ്. എന്നിട്ട് അതിനെ ഈ അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഗവർണേഴ്സിനെ കൊടുക്കും. അപ്പൊ ഈ പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ലേ, ഇതിനറിയപ്പെടുന്ന പേരാണ് ഇക്ത സിസ്റ്റം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇക്ത സിസ്റ്റം. സംഭവം വേറെ ഒന്നുമില്ല, ഇങ്ങനെ പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. നോക്കിക്കൊള്ളെ, 1236 ഇയാൾ മരിക്കുന്നു. ആ വർഷം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1236 ഇയാൾ മരിക്കുന്നു. ഇത്രയാണ് ഇൽത്തുമിഷിനെ കുറിച്ച് ഒന്ന് പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയ കേട്ടോ. ആരം ഷായെ കൊന്നിട്ടാണ് ഈ ഇൽത്തുമിഷ് അധികാരത്തിൽ വരുന്നത്, അതൊന്ന് അറിഞ്ഞിരിക്കണം. ആരം ഷായെ കൊന്നിട്ടാണ് ഈ ഇൽത്തുമിഷ് അധികാരത്തിൽ വരുന്നത്. അതുപോലെ ഇതില് ഞാൻ എഴുതിയിട്ട് പറയാത്ത കാര്യം എന്തെന്ന് വെച്ചാല്, ഇൽത്തുമിഷിന്റെ ഒറിജിനൽ നെയിം ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് എഴുതും? ഷംസുദ്ദീൻ എന്ന് എഴുതണം. ഇൽത്തുമിഷിന്റെ ഒറിജിനൽ നെയിം, ആക്ച്വൽ നെയിം എന്താണ്? ഷംസുദ്ദീൻ ആണ്. ഷംസുദ്ദീൻ. ഓക്കെ, അത് മാറിപ്പോകരുത്. ഞാൻ അവിടെ ആദ്യമേ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എഴുതാൻ കാരണം അതാണ്. ഒരു കാര്യം വിട്ടുപോയി പറയാൻ, അതാണ് 2 കോയിൻസ് ഇയാൾ പുറത്തിറക്കിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് 2 കോയിൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. 2 കോയിൻസ് തങ്കയും ജിറ്റാളും. 2 കോയിൻസ് ആണ്. ഏതൊക്കെ? തങ്കയും ജിറ്റാളും. തങ്ക ആൻഡ് ജിറ്റാള്. തങ്കയും ജിറ്റാളും. ഓക്കെ, തങ്കയും ജിറ്റാളും. ഈ തങ്കയില്ലേ, ഇതൊരു സിൽവർ കോയിൻ ആണ്. തങ്ക സിൽവർ കോയിൻ, ജിറ്റാള് കോപ്പർ കോയിൻ. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കും. ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോപ്പർ കോയിന്റെ പേരാണ് ജിറ്റാൾ. ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിൽവർ കോയിന്റെ പേരാണ് ഏത്? തങ്കയും ജിറ്റാളും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇൽത്തുമിഷാണ്. 40 പേരുടെ സഭ, കൗൺസിലായ ചഹൽഗാനി അല്ലെങ്കിൽ ചാലിസ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ്. സ്ലേവ് ഓഫ് സ്ലേവ് എന്നറിയപ്പെടുന്ന, ലാഹോറിൽ നിന്നും ക്യാപിറ്റൽ ഡൽഹിയിലോട്ട് മാറ്റിയ ഡൽഹി സുൽത്താനാണ് ആര്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. 1221 ചെങ്കിസ് ഖാൻ, മംഗോളിയൻ ഭരണാധികാരിയായിട്ടുള്ള ചെങ്കിസ് ഖാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്തപ്പോ അതിനെ തടഞ്ഞു നിർത്തിയ, അല്ലെങ്കിൽ ഡൽഹി അറ്റാക്ക് ചെയ്തപ്പോ അതിനെ തടഞ്ഞു നിർത്തിയ ഡൽഹിയിലെ രാജാവാണ്, സ്ലേവിലെ രാജാവാണ് ആര്? ഇൽത്തുമിഷ്. 1221. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്.